തിരുവനന്തപുരം വിതുര മണലിയിൽ ആദിവാസി സെറ്റിൽമെന്റിൽ ആനപ്പേടിയില്ലാതെയും വന്യമൃഗങ്ങളുടെ ശല്യം ഇല്ലാതെയും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. മുൻ സർക്കാരിൻ്റെ കാലത്ത് AKSS എന്ന സംഘടനയുടെ കീഴിൽ സെറ്റിൽമെന്റ് നിവാസികൾ സമര പരിപാടികളുമായി മുൻ വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് പടിക്കൽ സമരം നടത്തിയെങ്കിലും ആനയെ ഇവിടെ നിന്നും തുരത്തി ഓടിക്കുവാനുള്ള നടപടികൾ മാത്രമാണ് ചെയ്തത്. എന്നാൽ ആനയുടെ ശല്യം വീണ്ടും പഴയതിലും കൂടുതൽ പ്രശ്നമായതോടെ AKSS എന്ന സംഘടനയുടെ കീഴിൽ ആദിവാസികൾ വീണ്ടും വലിയ സമര പരിപാടികളിലേക്ക് പോവുകയും ഇവിടെ വന്ന സെറ്റിൽമെന്റിൽ വന്ന ഫോറസ്റ്റ് ഓഫീസർമാരെയും റേഞ്ച് ഓഫീസറെയും തടഞ്ഞു വയ്ക്കുകയും പിന്നീട് നെടുമങ്ങാട് തഹസിൽദാരെ ഇവിടെ എത്തുകയും ഇവിടെ നിന്നും ആനയെ തുരത്തിക്കൊണ്ടു പോകാമെന്നും വാക്ക് തരുകയും ചെയ്തു. എന്നാൽ ആദിവാസികൾക്ക് ആനയെ ഇവിടുന്ന് തുരത്തിക്കൊണ്ട് പോയാൽ അത് തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ വരും എന്നുള്ള ഉറപ്പുള്ളവർക്ക് അനുഭവമുള്ളതിനാൽ ഇവിടെ നിന്നും ആനയെ പിടിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുവിടണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ സെറ്റിൽമെന്റ് നിവാസികളുടെയും AKS സംഘടനയുടെയും ഈ ആവശ്യം നിറവേറ്റാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തഹസിൽദാരും തയ്യാറായില്ല. പിന്നീട് ഉദ്യോഗസ്ഥരുടെ തീരുമാനപ്രകാരം ആനയെ ഇവിടെ നിന്ന് തുരത്തി മറ്റ് ഒരിടത്തേക്ക് ദൂരത്തേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് സമ്മതിക്കുകയും ഇനി ആന ഇവിടെ മണലി സെറ്റിൽമെന്റിൽ എത്തിച്ചേരുകയാണെങ്കിൽ ആ വരുന്ന ആനയെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാമെന്ന് നൽകുകയും ചെയ്തു. പക്ഷേ ആനയെ ഇവിടെ നിന്ന് തുരത്തി ഒത്തിരി ദൂരത്തേക്ക് കൊണ്ടുവിട്ടെങ്കിലും ആന വീണ്ടും തിരികെ ഇവിടെ തന്നെ എത്തിച്ചേരുകയും ഇവിടെ വളരെയധികം കൃഷിയും തെങ്ങും പ്ലാവും കമുകും എല്ലാ കൃഷികളും നശിപ്പിക്കുകയും ആനയുടെയും വന്യമൃഗങ്ങളുടെയും ശല്യം കാരണം മണലി സെറ്റിൽമെന്റിലെ ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ആദിവാസികൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ മുൻപ് കഴിഞ്ഞ മാറി വരുന്ന ഏത് സർക്കാരായാലും ആദിവാസികളുടെ ഈ വന്യമൃഗ ശല്യത്തിനെതിരെ ശാശ്വതമായ ഒരു പരിഹാരവും കാണുന്നില്ല. ഇന്നലെ രാത്രി 11 മണി തൊട്ട് 11 മണിക്ക് ഇവിടെ നമ്മളെ വിളയിൽ വന്ന് തോട്ടിന്റെ അവിടെ നിന്ന് ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഇത് ശ്രദ്ധിക്കുകയാണ്. ആന ഇനി കയറി വരുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ഒടുക്കാൻ നോക്കി രാത്രി ഞാൻ 1 മണിയായപ്പോഴ് എൻ്റെ വീട്ടിൻ്റെ വടക്കേപ്പുറത്ത് വന്ന് 3 മണിക്കൂർ എൻ്റെ വീട്ടിൻ്റെ വടക്കേപ്പുറത്ത് വന്ന് നിൽപ്പായിരുന്നു. ചക്ക 3 പ്ലാവിലും ചക്ക പറിച്ച് തിന്ന് തൊട്ട് വീട്ടിൻ്റെ അടിവശത്ത് ഈ സുഖമില്ലാത്ത മാനസിക രോഗിയായ എൻ്റെ മോൻ വീട്ടിനകത്തിരിക്കണം. അവൻ എപ്പോഴും മുറ്റത്തിറങ്ങണവനായിരുന്നു. ഞാൻ ഗുളിക കൊടുത്തോണ്ട് അവൻ ഉറങ്ങിക്കൊണ്ട് കിടന്ന്. അതുകൊണ്ട് എനിക്കൊരു രക്ഷ. റബ്ബർ പുഴുതിട്ടിക്കണേണ് റബ്ബറിന്റെ കൊമ്പ് മൊത്തം ഓടിച്ച് പുഴുത് താഴെ കമും തയ്യലും അല്ലാ വരത്തിട്ടേലേക്കുന്ന കമും
കിടക്കുന്ന പിന്നെ കരിക്ക് തേങ്ങ തെങ്ങ് വേണ്ട നല്ല കാവലുള്ള തെങ്ങാണ്. അത്രയും നശിപ്പിക്കണം. ഇത് ചെയ്യാൻ പോകാം. നമ്മൾ ജീവിക്കാൻ ഒരു പിന്നെ മൃഗങ്ങൾ സമ്മതിക്കുകയാണ്. ആന, പ്രാവ്, പന്നി, കേഴ, കാട്ടുപോത്ത് കാട്ടുപോത്തായിട്ട് പച്ച കണക്കാണ് ഇവിടെ മൃഗങ്ങൾ അത്യുന്നതാണ്. നിങ്ങൾക്ക് കാണാം ഈ കിടക്കണം. ഈ കഴിഞ്ഞ രാത്രിയാണ് ഇതിനെ ഈ നശിപ്പിച്ചത്. ഞങ്ങൾക്ക് ഡെയിലി ഉറപ്പുണ്ട്. ഇതിനൊക്കെ ഓടിച്ച പോകുന്നത്. പുതുതായി അധികാരത്തിൽ വന്ന സർക്കാരിനോടായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിനായി ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ്. അല്ലാത്ത പക്ഷം ഞങ്ങൾ ഈ സെറ്റിൽമെന്റ് നിവാസികൾ ശക്തമായ സമര പരിപാടികളുമായി KSSന്റെ കീഴിൽ അണിനിരക്കും.